സോ ഗൈസ് 100 ഇൻറ്റീരിയർ ഹാക്സ് ഇൻ 100 ഡേയ്സ് ഡേ 2. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കിച്ചനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. സോ ഈ വീഡിയോയിലും കിച്ചൺ തന്നെയാണ്. ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ തന്നെയാണ്. കിച്ചൻ്റെ കൗണ്ടർ ഹൈറ്റ് നമ്മൾ എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നുള്ളതാണ്. ഇതിന് 1-2 മെത്തേഡ്സ് ഉണ്ട്. അതിലൊരു മെത്തേഡ് വളരെ സിമ്പിളാണ്. കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഹൈറ്റ് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 + 5 സെൻറ്റിമീറ്റർ, ദെൻ ഒരു +or-2 സെൻറ്റിമീറ്റർ ടോളറൻസ് വയ്ക്കുക. അത് ബേസിക്കലി നമുക്ക് പലർക്കും പല ഹൈറ്റിൽ വേരിയേഷൻസ് ഉണ്ടാകും. കാരണം നമ്മുടെ ഹിപ്പ് പലർക്കും പല ലെവലായിരിക്കും. സോ ആ ഒരു ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 2 സെൻറ്റിമീറ്റർ ടോളറൻസ് വയ്ക്കുക, ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഫൈനലൈസ് ചെയ്യുക. കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് മറ്റൊരു മെത്തേഡ് ഉണ്ട്. നമ്മുടെ എൽബോ ഹൈറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൽ നിന്ന് ലെസ് ചെയ്യുക. ഒരു 100 അല്ലെങ്കിൽ 150 mm 10 to 15 സെൻറ്റിമീറ്റർ എൽബോ ഹൈറ്റിൽ നിന്ന് കുറച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക, അതാണ് കുറച്ചും കൂടി ബെറ്റർ ഹൈറ്റ് ആയിട്ട് വരിക. ദെൻ വൺ മോർ തിങ്, കിച്ചണിൽ ആക്ച്വലി ഒരു 3 സോണായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. പ്രെപ്പ് സോൺ ഉണ്ട്, കുക്കിംഗ് സോൺ ഉണ്ട്, സിങ്ക് സോൺ ഉണ്ട്. സിങ്ക് സോൺ എഫക്റ്റീവ് നമുക്ക് കുറച്ച് ഹൈറ്റ് കൂട്ടുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ കുക്കിങ്ങും അതുപോലെ തന്നെ പ്രെപ്പ് സോണിലും കുറച്ചും കൂടി ഹൈറ്റ് കുറവുള്ളതും നല്ലതാണ്. സോ ബേസിക്കലി ഇതാണ് കുക്കിംഗ് നമ്മുടെ കൗണ്ടർ ഹൈറ്റ് പ്ലാൻ ചെയ്യേണ്ട ഒരു മെത്തേഡ്. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ.